ഡിയേഴ്സ് ഫാഷൻ മേക്ക് ഡിസൈൻസിന് ബ്യൂട്ടിഫുൾ കസ്റ്റമേഴ്സിന് ഒരു വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻ ആയിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. ഒരു വെറൈറ്റി പാറ്റേൺ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടം. കോട്ടൺ എപ്പോഴും എല്ലാവർക്കും ഇഷ്ടമല്ലേ? അപ്പം ഇത് ഉറപ്പായിട്ട് ഇഷ്ടം. കോട്ടൺ ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത്. ഒരു പുതിയ പാറ്റേൺ ആണ് നമ്മൾ കാണാൻ പോകും. നല്ലൊരു പ്രൈസ് റേഞ്ചും ആണ് വന്നിരിക്കുന്നത്. അതിന്റെ ഡീറ്റെയിൽസ് നോക്കാം. ഇതാണ് ഫസ്റ്റ് ആണ് വന്നിരിക്കുന്നത്. നമ്മുടെ കോട്ടൺ ഫാബ്രിക് ആണ്. മൽ കോട്ടണിൽ ഇതിന്റെ ദാമൽ ഇതുപോലെ ഒരു ആപ്ലിക് പാറ്റേൺ ആണ് ചെയ്തിരിക്കുന്നത്. ബേസ് കളറോട് വളരെ എന്താ പറയുക, ഭയങ്കര മാച്ചിങ് ആവുന്ന രീതിയിലുള്ള ഒരു ആപ്ലിക് പാറ്റേൺ ആണ്. അതിന്റെ ദാമനാണ് ഈ പോർഷൻ വരുന്നത്. ബാക്കി പോർഷൻ ഫുള്ളും ഈ ഒരു കൈൻഡ് ഓഫ് ബാട്ടിക് പ്രിന്റ് ആണ് വന്നിരിക്കുന്നത്. ഫ്രണ്ടും ബാക്കും അതും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ടൺ ആണ്. പിന്നെ ഇതിലാകെ ഉള്ളത് ലൈറ്റ് കളേഴ്സ് ആണല്ലോ, ഡാർക്ക് കളേഴ്സ് അല്ല. ഡാർക്ക് കളേഴ്സ് വരുമ്പോൾ നമുക്ക് ഈ വർക്ക് അത്രയും ഹൈലൈറ്റഡ് ആകില്ല. ഇങ്ങനെയുള്ള വർക്ക് വരുമ്പോൾ എപ്പോഴും ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ് ഇങ്ങനത്തെ പ്രീമിയം സെറ്റ്സിൽ കൂടുതലും വരിക. ഇതാണ് ദുപ്പട്ട. അത് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനും ഒക്കെ ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും. നല്ലൊരു സെറ്റ് പാറ്റേൺ ആണ്. അതായത് ദുപ്പട്ടയിൽ വരുമ്പോഴും അതുണ്ടോ ലൈറ്റും ഡാർക്കും കോമ്പിനേഷൻസിലാണ് ആ ഒരു പ്രിന്റ് ചെയ്തേക്കുന്നത്. കണ്ടാൽ കുറച്ചൊരു ആപ്ലിക് ഫിനിഷിങ് വരുന്ന പോലെയാണ് അതിന്റെ ദുപ്പട്ട വന്നേക്കുക. കോൺട്രാസ്റ്റ് ആയിട്ട് കോട്ടൺ ഫാബ്രിക്കിൽ തന്നെയാണ് ബോട്ടം. ഇതിന്റെ ടോപ്പാണ് മെയിൻ ഹൈലൈറ്റ്. അടുത്ത ഷെയ്ഡ് വളരെ പേസ്റ്റൽ ഷെയ്ഡ്സുകളാണ്, എന്നാൽ പ്രീമിയം കളർ ഷെയ്ഡ്സ് ആണ്. ഉണ്ടോ നോക്കി, അതായത് വളരെ ഇംഗ്ലീഷ് റിച്ച് ആയിട്ടുള്ള കളർ ഷെയ്ഡ്സുകളാണ് ഇത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ആപ്ലിക് പാറ്റേൺ ഡാമനിൽ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അതിൽ ചെറിയൊരു എംബ്രോയിഡറി വർക്ക്സും അതിനെ ഔട്ടർ ചെയ്ത് എംബ്രോയിഡറിയും ലൈറ്റ് സീക്വൻസിങ്ങും കൊടുത്തിട്ടുണ്ട്. ബാക്കി പോർഷൻ ഫുള്ളും ഒരേ സ്റ്റൈലിൽ ആ ഒരു ബാട്ടിക് പ്രിന്റ് ആണ് വന്നിരിക്കുന്നത്. നല്ല ഷെയ്ഡാണ്. ഫ്രണ്ടും ബാക്കും ഒരുപോലെ വരും. ഇതിന് കുറച്ചുകൂടെ ഇങ്ങനത്തെ ഡിസൈൻസിന് ലൂസ് ബോട്ടം ആയിരിക്കും നല്ലത്. ദുപ്പട്ട ഇതുപോലെ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ദുപ്പട്ട വിത്ത് കോട്ടൺ ഫാബ്രിക്കിൽ തന്നെ വരുന്ന ബോട്ടം. ഇതുണ്ട്. ഇതാണ് അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത്. ഇത് വീഡിയോയിൽ അത്രയും ക്ലാരിറ്റി കാണൂല. നമുക്ക് കുറച്ചും കൂടെ നേരിട്ട് കാണുമ്പോഴാണ് ഇതിന്റെ ആ ലുക്കും ഫിനിഷിങ്ങും ഒക്കെ മനസ്സിലാവുന്നത്. ഈ ആപ്ലിക് വർക്ക് കാണാൻ നല്ല ഭംഗിയാണ്. നമുക്ക് ലൈനിങ് കൊടുക്കാതെ ഫിനിഷ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലതുണ്ട്. അതായത് ഒരു ഓർഗൻസ പോലത്തെ ആ ഒരു ലൈറ്റ് ആയിട്ടാണ് ആപ്ലിക് പാറ്റേൺ ചെയ്തേക്കുന്നുണ്ട്. ഇങ്ങനെ ഞാനിപ്പം മറ്റേ ബാക്കിലുള്ള പാനലിലൂടെ വെച്ചേക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് അത്രയും ക്ലിയർ ആകാത്തത്. ഇപ്പം ഇതിൽ ക്ലിയർ ആകുമായിരിക്കുന്നുണ്ടോ. വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടും ആപ്ലിക് പാറ്റേൺ ആണെങ്കിലും വളരെ അടിപൊളിയായിട്ടാണ് ചെയ്തേക്കുന്നത്. അതിന് മേലെ ഇങ്ങനെ ഒരു എംബ്രോയിഡറിയും ലൈറ്റ് സീക്വൻസിങ്ങും കൊടുത്തിട്ട് ബാക്കി പോർഷനിൽ ഒരേപോലെയാണ്. അതിൽ വേറെ ഡീറ്റെയിലിംഗ് ഒന്നും പറയാനില്ല. ഈ വർക്കിനെ കുറിച്ച് മാത്രമേ പറയാനുള്ളൂ. നല്ല വിഡ്ത്തും ഒക്കെ വരുന്നുണ്ട്. ഇതാണ് ഇതിന്റെ ഓവറോൾ ലുക്ക് വരുന്നത്. ഇതിലിപ്പം ഈ ഒരു പോർഷൻ നമ്മൾ ലൈനിങ് വെക്കാതെ സ്റ്റിച്ച് ചെയ്യണം, എന്നാലേ നമുക്കത് കറക്റ്റ് ആയിട്ട് ആപ്ലിക് പാറ്റേൺ ഒക്കെ കാണാൻ പറ്റുള്ളൂ. ഞാൻ ബാക്ക് പാനൽ വെച്ചേക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് ക്ലിയർ ആകാത്തത്. സെയിം കളറിൽ വരുന്ന ബോട്ടമാണ് ഇതിൽ വന്നേക്കുക. ഇതിന്റെ റേറ്റ് വന്നിട്ട് 1140 ആണ് പ്രൈസ് റേഞ്ച്. 1140 വിത്ത് ഫ്രീ ഷിപ്പ്. വളരെ പേസ്റ്റൽ ആയിട്ടുള്ള എന്താ പറയുക, ഒരു ലെഹങ്കാസിലൊക്കെ കൂടുതലായിട്ടും വരുന്ന പേസ്റ്റൽ ഷെയ്ഡ്സ് ഉണ്ടല്ലോ, അങ്ങനത്തെ, അതായത് ഇംഗ്ലീഷ് കളേഴ്സ് എന്നൊക്കെ പറയാം, അങ്ങനെയുള്ള കളർ ഷെയ്ഡ്സ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇതിലിങ്ങനെ ലൈനിങ് യൂസ് ചെയ്യാതെ വേണം നമ്മളത് സ്റ്റിച്ച് ചെയ്യാനും. അതായത് ആ കട്ട് വർക്ക് പാറ്റേൺ കാണണമെങ്കിൽ ഇതുണ്ടോ ഇങ്ങനെ വരും. ദാമനിലാണ് വളരെ റിച്ച് ആയിട്ട് നിൽക്കും ആ ഒരു വർക്ക് വിത്ത് ഫുള്ളി ബാട്ടിക് പ്രിന്റ്, പ്യോർ കോട്ടൺ ഫാബ്രിക്. മൽ കോട്ടണിലാണ് ഈ ഒരു ബാട്ടിക് പ്രിന്റ് ചെയ്തേക്കുന്നത്. ഇങ്ങനെ നിൽക്കും. അതിന്റെ ടോപ്പ് വന്നിട്ട് ബാക്കിലും ഫ്രണ്ടിലും ഈ ഒരു ബാട്ടിക് പ്രിന്റ് വരുന്നുണ്ട്. ദുപ്പട്ട വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കോട്ടൺ ദുപ്പട്ട വിത്ത് ആ ഒരു പ്രിന്റ് ആൻഡ് കോട്ടൺ ഫാബ്രിക്കിൽ പ്ലെയിൻ ആയിട്ട് വരുന്ന ബോട്ടമാണ്. ഇത്രയും കളർ ഷെയ്ഡ്സ്. സോ താങ്ക് യു.